മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് വന്നത് നമ്മൾ കണ്ടു. അതിപ്പോൾ കൂടുതൽ അപകടം മണത്തിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 29 ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ തന്നെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 17 വീണ വിജയനെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്തതും വിയർത്ത് കുളിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. 2 കമ്പനികളിലുമായി 2017-21 കാലയളവിൽ നടത്തിയ 2,78,00,000 രൂപയുടെ കൺസൾട്ടൻസി ഫീസ് എന്ന് പറയുന്ന മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്നായിരുന്നു വീണയുടെ മറുപടി. പക്ഷേ അവരോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ഇഡിക്ക് മനസ്സിലാക്കാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. എക്സാലോജിക് കമ്പനിയുടെ കൺസൾട്ടൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ബംഗളൂരു ഓഫീസിലാണെന്നും അന്നത്തെ പല കാര്യങ്ങളും ഓർക്കുന്നില്ലെന്നും പല ചോദ്യങ്ങൾക്കും വീണ മറുപടി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓർമ്മയില്ലാതെ പോകുന്നത് ഒരസുഖമായി കാണേണ്ടതില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ തുറന്നു പറയാനുള്ള പേടിയും അറസ്റ്റിനോടുള്ള ഭയവുമൊക്കെ വീണയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ വീണയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ഇഡി വിലയിരുത്തിയത്. കഴിഞ്ഞ ദിവസം വീണയുടെ അക്കൗണ്ടിലുള്ള തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ ഇഡി പരിശോധന നടത്തി എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിച്ചത് നമുക്കറിയാം. വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് സേവനമൊന്നും നൽകാതെ ഈ കരിമണൽ കമ്പനിയിൽ നിന്നും 2,78,00,000 രൂപ കൈപ്പറ്റിയത്, ഇവരുടെ സഹോദര സ്ഥാപനമായ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി നേടിയത്, ഇതൊക്കെ ഇഡി വളരെ നന്നായി മനസ്സിലാക്കി. ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിൻ്റെ പരിധിയിൽ വരും എന്ന് ഇഡി വാദിക്കുന്നത് മാത്രമല്ല, തെളിവുകളുടെ പിൻബലത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി പരിശോധനയെല്ലാം നടത്തിയതാണ് നമ്മൾ കണ്ടത്. ഇഡിയും അതുപോലെ SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച തെളിവുകളും മൊഴികളും വളരെ വിശദമായി പരിശോധിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് തന്നെ കടക്കുന്നത്. അതാണ് അവർക്ക് എല്ലാ തെളിവുകളും മുന്നിൽ വെച്ച് വീണയോട് ചോദിക്കാൻ കഴിഞ്ഞതും വീണ ബബ്ബ അടിച്ചതും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അടുത്ത നീക്കം അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ്. അറസ്റ്റിലേക്കുള്ള വഴികളാണ് തെളിയുന്നത്. വീണയ്ക്ക് മാത്രമല്ല, അതിനപ്പുറമുള്ള സാധ്യതകളിലേക്ക് കൂടി വഴി തുറക്കുന്നതായിരിക്കും ഇനി ഇഡിയുടെ അടുത്ത നീക്കങ്ങളെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. പണം കൈമാറിയ കരിമണൽ കമ്പനി അധികൃതരെയും പണം കൈപ്പറ്റിയ എക്സാലോജിക് ഉടമ വീണയെയും ചോദ്യം ചെയ്തതോടെ ഇഡിക്ക് പ്രാഥമിക ഡിജിറ്റൽ രേഖാമൂലമുള്ള തെളിവുകളെല്ലാം ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി ഓഫീസിൽ വെച്ച് ഇത്രയും മണിക്കൂർ ഇഡി തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോൾ വീണ നൽകിയ മറുപടിയെല്ലാം കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. വീണയുടെ കമ്പനിക്ക് കരിമണൽ കമ്പനി നൽകിയ 2,78,00,000 രൂപയുടെ പകരമായി എന്ത് സേവനമാണ് നൽകിയത് എന്നും ശശിധരൻ കർത്തയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷം രൂപയുടെ വായ്പയെക്കുറിച്ചുള്ള കൃത്യമായ മറുപടികളാണ് ഇഡി ആവശ്യപ്പെട്ടത്. കൊടുക്കാൻ വീണക്ക് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകളുടെയും മൊഴികളുടെയും ശാസ്ത്രീയ വിശകലനത്തിലാണ് ഇപ്പോൾ ഇഡി മുൻഗണന നൽകുന്നത് എന്നുറപ്പിക്കുന്നു. കരിമണൽ കമ്പനി ഡയറക്ടർമാരുടെയും വീണയുടെയും മൊഴികൾ പരസ്പരം ഒത്തുനോക്കുകയാണ് ഇഡി ഇപ്പോൾ ചെയ്യുന്നത്. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും സേവനം നൽകിയെന്ന് അവകാശപ്പെടുന്ന IT പ്രൊജക്റ്റുകളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് യഥാർത്ഥത്തിലുള്ളതാണോ എന്നൊക്കെയുള്ള വിശദ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയിലൂടെ ഇഡി ഉറപ്പുവരുത്തുകയാണ്. ഇതെല്ലാം അറസ്റ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. CMRൽ നിന്ന് എക്സാലോജിക് സ്വീകരിച്ചതായി കണ്ടെത്തിയ ഇത്രയും വലിയ തുക അത് കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണമാണെന്നാണ് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18,36,00,000 രൂപ ഇഡി ഇതിനകം തന്നെ മരവിപ്പിച്ചു കഴിഞ്ഞു. വീണയുടെ വ്യക്തിപരമായ സ്വത്തുക്കളുടെയും എക്സാലോജിക്കിൻ്റെ ആസ്തികളുടെ വിവരങ്ങളും ഇഡി ശേഖരിച്ചവയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം കണ്ടുകെട്ടാനും അതിനുശേഷം ഈ വലിയ കുറ്റത്തിന് അറസ്റ്റിലേക്ക് നീങ്ങാനുമാണ് ഇഡിയുടെ പരിപാടി. ഈ പണം ഉപയോഗിച്ചാണ് സ്വത്തുക്കൾ വാങ്ങിയതെന്ന് തെളിഞ്ഞാൽ PMLA നിയമപ്രകാരം താൽക്കാലികമായി സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. SFIO രേഖകൾ പൂർണ്ണമായി കൈപ്പറ്റിയതോടെ അന്വേഷണത്തിന് കൂടുതൽ ശക്തമായ നിയമസാധുത ലഭിക്കുമെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടെ വീണ വിജയൻ്റെ അറസ്റ്റിനാണ് ഈ വരുന്ന 29 സാധ്യത ഏറെയുള്ളത് എന്നാണ് സൂചന ലഭിക്കുന്നത്.